y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എച്ച് സ്ക്വയർ. നോക്കാം ഇതെങ്ങനെ ചെയ്യാം. നമുക്കറിയാം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് കണക്ക് തന്നെ ഇതിനകത്ത് കിടക്കുന്ന ആൾ അല്ലയോ സൈൻ ഇൻവേഴ്സ് ഓഫ് എന്നും പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന മൊത്തം ആളുടെ വാല്യൂ ഏതിനും ഇടയ്ക്കായിരിക്കണം, -1നും 1നും ഇടയിലായിരിക്കണം. അത് നമുക്കറിയാം. -1ഉം 1 ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ വന്നേക്കുന്ന എച്ച് സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? -1 ആയിരിക്കണം. ഓക്കെ. ഇനി ഇതാ നോക്കിയേ, എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ വാല്യൂ നമുക്കറിയാം. എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ വാല്യൂ മൈനസ് വാല്യൂസ് വരുമോ, നെഗറ്റീവ് വാല്യൂസ് വരുമോ? ഇല്ല. നമുക്ക് ഇതാണ്ട് ഇവിടെ തന്നേക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം -1നും 1നും ഇടയിലുള്ള വാല്യൂസ് -1 to 1 ഈ വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ വരുന്നത് എച്ച് സ്ക്വയറിന് കിട്ടുന്നത് അല്ലയോ. പക്ഷേ നമുക്കറിയാം ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് എന്താ, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് ആണ് ഇവിടെ ആർക്ക് വരുന്നത്, എച്ച് സ്ക്വയറിന് വരുന്നത്. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. കാരണം എന്താ, എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും എന്തേ കിട്ടത്തുള്ളൂ, പോസിറ്റീവ് വാല്യൂസേ കിട്ടത്തുള്ളൂ. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ -1 to 1 എന്ന് പറയേണ്ട ആവശ്യം നമുക്ക് എന്തില്ല, ശരിക്കും ഇല്ല. കാരണം മൈനസ് വാല്യൂസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. സോ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, 0 മുതൽ 1 വരെ ആണ് എച്ച് സ്ക്വയറിന് വാല്യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി. സോ എച്ച് സ്ക്വയറിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ വരണമെന്ന് പറയണം, 0 മുതൽ 1 വരെ. ഓക്കെ, മനസ്സിലായി? കാരണം നമ്മൾ ഈ നെഗറ്റീവ് -1 മുതൽ 0 വരെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയ എന്തിനാ? കാരണം അത് പറയേണ്ട കാര്യമില്ല നമുക്ക്. കാരണം ഈ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വന്നാൽ എച്ച് സ്ക്വയറിന്റെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യും, പോസിറ്റീവ് വാല്യൂ ആയിട്ടേ കിട്ടത്തുള്ളൂ. സോ എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ വാല്യൂ എപ്പോഴും എവിടെ ആയിരിക്കും നിൽക്കുന്നത്, 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ള വേറെ ഏതെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുക്കുക, -0.8 ഇട്ട് കൊടുക്കുക, -0.7 ഇട്ട് കൊടുക്കുക, -0.6 ഇട്ട് കൊടുക്കുക. ഇതിനെല്ലാം സ്ക്വയർ ചെയ്ത് വരുമ്പോൾ എന്താവും, നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ ശരിക്കും എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ വാല്യൂ എവിടെ കിടക്കുക, 0ക്കും 1നും ഇടയിൽ കിടക്കുക. ഓക്കെ ആന്നേ? ഓക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് അതങ്ങനെ എഴുതിയെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ആയതാണ്ട് നോക്കിയേ. ഇനി ദാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം ദാണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. എച്ച് സ്ക്വയർ വന്നപ്പോൾ 0ക്കും 1നും ഇടയിൽ വന്നു. അങ്ങനെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാം. ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഞാനതിപ്പോൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 1-2 എക്സാമ്പിളും കൂടെ ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഇതാ നോക്കിക്കോ. എച്ച് സ്ക്വയറിനെ ഞാൻ എക്സ് ആക്കി എഴുതാൻ പോവാം. എച്ച് സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാം, എക്സ് ആക്കി എഴുതാൻ പോവാം. ഞാൻ എക്സ് ആക്കി എഴുതി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇത് ഞാൻ ഒരു കണ്ടീഷൻ എഴുതി. ഇനി എച്ച് സ്ക്വയറിനെയാണ് ഞാൻ എക്സ് ആക്കി എഴുതിയത്. അപ്പോൾ ഒരു കണ്ടീഷനും കൂടെ ഞാൻ എഴുതണം. അതാണ്ട് നോക്കിക്കോ, ഇത്രയേ ഉള്ളൂ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓക്കെ. ഇവിടെ ഞാൻ എന്ത് കൊടുക്കാൻ പോവാ, ഒരു മൈനസ് കൊണ്ട് രണ്ട് സൈഡിൽ എന്ത് ചെയ്യാൻ പോവാ. ഓക്കെ, ഒരു മൈനസ് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പോവാ, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. സോ ആ ഇനിക്വാളിറ്റിയിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എക്സ് ഇനിക്വാളിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0ക്ക് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെ വരും. ഓക്കെ, ഇനിക്വാളിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനിക്വാളിറ്റിക്ക് എന്ന വ്യത്യാസം കണ്ടോ? എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ എന്തായി, നേരെ തിരിഞ്ഞ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി. എക്സ് അതേപോലെ ഇടാം. താണ്ട മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ സിമ്പിൾ എന്ത് ചെയ്യും, നേരെ തിരിയും. ഓക്കെ, ഇതെന്താവും, -1 ആവും. ഓക്കെ ആണോ? ഓക്കെ. സോ ഈ ഒരു സാധനം കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. സ്ക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ എച്ച് സ്ക്വയർ എന്ന് പറയുന്ന അങ്ങനത്തെ സ്ക്വയർ ടേമുകൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് എന്താണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ സെയിം സാധനം അതേപോലെ എഴുതുക. ഇനി എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവ് കൊണ്ട് 2 സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഇനിക്വാളിറ്റി തിരിച്ചിട്ട് ഒരു കണ്ടീഷനും കൂടെ എഴുതണം. ഓക്കെ, അങ്ങനെ ഏതാണ്ട് നോക്കിയാൽ നമുക്കിപ്പോൾ മനസ്സിലായി. ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. 0ക്കും 1നും ഇടയിലായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1നേക്കാൾ വലുതാണ്. ഓക്കെ, -1 ഇവിടെ കിടക്കും. -1നേക്കാൾ വലുതാണ്, 0യേക്കാൾ ചെറുതാണ്. ഓക്കെ, -1നേക്കാൾ വലിയ വാല്യൂസ് എന്ന് പറയുന്നത് ഏതാ, -0.9 -0.8 -0.7 ഒക്കെ എന്താ, -1നേക്കാൾ വലിയ വാല്യൂസ് അല്ലയോ. -1 ആണോ വലുത്, 0 ആണോ വലുത്, 0 ആയാ വലുത്. ഓക്കെ, സോ -1നേക്കാൾ വലുതായിരിക്കണം. അതായത് -1 ആകാം, -1നേക്കാൾ വലുതുമായിരിക്കണം. ഇങ്ങോട്ടുള്ള വാല്യൂസ് ആയിരിക്കാം. എവിടം വരെ ആകാം, 0 വരെ ആകാം. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ -1 മുതൽ +1 വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും ആർക്കിടാമെന്ന് അവസാനം കിട്ടി നമുക്ക്. എച്ച് സ്ക്വയറിനകത്ത് എക്സിനകത്ത് ഇടാമെന്ന് മനസ്സിലായി. ഓക്കെ, സോ ഇവിടെ ഡൊമെയിൻ എന്താ, -1 to 1 അല്ലയോ. എക്സ് എലമെന്റ് ഓഫ് -1 to 1. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമെയിൻ എന്ത് തന്നെയാണോ അത് തന്നെയാണ് ആരുടെ ഡൊമെയിനും, സൈൻ ഇൻവേഴ്സ് എച്ച് സ്ക്വയറിന്റെ ഡൊമെയിൻ.
ഓക്കെ ഓക്കെ. സോ നോക്കാം, അങ്ങനെ ആണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇതിൻ്റെ 1-2 എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതാണ്ട് ഇങ്ങനെ നോക്കിയേ, നിങ്ങൾ താണ്ട ഒന്ന് ആലോചിച്ച് നോക്കുക. എച്ച് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു 9 കിടക്കട്ടെ, ഒരു 4 കിടക്കട്ടെ. അങ്ങനെ ആയതാണ്ട് ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോയി. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എച്ച് സ്ക്വയറിനെ ആദ്യം ചെയ്യുമ്പോൾ എന്താകും, വെറുതെ എച്ച് എന്നങ്ങ് എഴുതും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 9ന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും 3, 4ന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും 2. ഓക്കെ, ഇത് ഒരെണ്ണം. ഇനി അടുത്ത് എന്ത് ചെയ്യണം, എക്സ് നമുക്കറിയാം. ഞാൻ എന്ത് പറഞ്ഞായിരുന്നു, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇനിക്വാലിറ്റിയും കൂടെ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ ഇവിടെ ഒരു -2, ഇനിക്വാലിറ്റി തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ ആവും. ഈ ഇനിക്വാലിറ്റി തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ ആവും. ഇവിടെ എന്താവും, -3 ആവും. ഓക്കെ ഓക്കെ. അങ്ങനെ ഏതാണ്ട് ഈ കണ്ടീഷൻ നോക്കുക. ഈ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സ് എന്തായിരിക്കും, -3 വലുതായിരിക്കും, -2 ചെറുതായിരിക്കും. നമ്മുടെ നമ്പർ ലൈൻ ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, -3 വലുതായിരിക്കും. -3 ഇവിടെ കിടക്കുക, -3 വലുതായിരിക്കും. -2 എന്തായിരിക്കും, ചെറുതാവാം, അല്ലെങ്കിൽ -2 ആകാം. ഓക്കെ, -2 ഇതായിരുന്നു വിചാരിക്കുക. സോ ഈ റീജിയണിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സിന് എടുക്കാം. അതുപോലെ നമുക്ക് എന്തും കിട്ടി, എക്സ് ഗ്രേറ്റർ ദാൻ 2, എക്സ് ഗ്രേറ്റർ ദാൻ ഏതാണ്ട് -2, ഇത് -1, ഇത് 0, ഇങ്ങോട്ടുണ്ട് ഇത് 1, ഇത് 2, ഇത് 3, അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമുക്ക് ഇതാണ്ട് അടുത്ത കണ്ടീഷൻ കിട്ടി. എന്താ, എക്സ് എന്തായിരിക്കും, ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, എക്സ് എന്തായിരിക്കും 2 വലുതായിരിക്കും അല്ലേ. 2 ആകാം, 2 വലുതും ആകാം. ഇനി എന്തായിരിക്കും, 3 ആകാം, 3 ചെറുതുമായിരിക്കണം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും, -3 മുതൽ -2 വരെയുള്ള വാല്യൂസും 2 മുതൽ 3 വരെയുള്ള വാല്യൂസും. നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, -3 to -2 യൂണിയൻ 2 to 3. ഓക്കെ, സോ ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന, അതായത് ഈ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും, ഈ വാല്യൂസും ഈ വാല്യൂസും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ, ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ ആണേ, ഓക്കെ. സോ ആ രീതിയിൽ സെയിം ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ പ്രോബ്ലം ചെയ്യും. ഇവിടെ അഡീഷണൽ വന്നൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എച്ച് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് -1നും 1നും ഇടയ്ക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, 0ക്കും 1നും ഇടയ്ക്കെന്ന് പറയാം. കാരണം എച്ച് സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ അത് 0ക്കും 1നും ഇടയ്ക്കെന്ന് നമുക്ക് പറയാം. ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ അഡീഷണൽ വന്നുള്ളൂ. ഓക്കെ, ഈ ഐഡിയ ക്ലിയർ ആയല്ലോ. ഓക്കെ, നോക്കാം, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അത് നോക്കി എന്താ y = cos ഇൻവേഴ്സ് ഓഫ് x² - 4 അല്ലയോ. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് ഇതിനെ മൊത്തത്തിൽ ആ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് കിടക്കുന്ന വാല്യൂ ഏതിനും ഇടയ്ക്കേ വരാവൂ, -1നും 1നും അല്ലയോ. കോസ് ഇൻവേഴ്സിന്റെയും ഡൊമൈൻ എന്ത് തന്നെയാ, -1 to 1. സോ കോസ് ഇൻവേഴ്സ് എന്നും പറഞ്ഞ് ഇതിനകത്ത് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതേ ഉള്ളൂ, -1നും 1നും ഇടയ്ക്ക് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഈ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം, ഡൊമൈൻ കണ്ടുപിടിക്കാം. എന്തായാലും എനിക്കറിയാം ടോട്ടൽ ഈ കോസ് ഇൻവേഴ്സിനകത്ത് കിടക്കുന്ന വാല്യൂസ് ഏതിനും ഇടയ്ക്കായിരിക്കണം, -1നും +1നും ഇടയിലായിരിക്കണം. അതേ അവിടെ എടുക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം, കണ്ടീഷൻ എഴുതാം. x² - 4 എന്ന് പറയുന്നത് എന്തായിരിക്കണം, -1നും 1നും ഇടയിലായിരിക്കണം അല്ലയോ. 1നേക്കാൾ വലുതുമായിരിക്കണം, -1നേക്കാൾ വലുതുമായിരിക്കണം, 1നേക്കാൾ ചെറുതായിരിക്കണം. 1നും -1നും ഇടയിലുള്ള വാല്യൂസ്. ഓക്കെ, അങ്ങനെ നമുക്കറിയാം x² മാത്രമാക്കണം, പിന്നെ അതിനെ x മാത്രമാക്കണം. x² മാത്രമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് രണ്ട് സൈഡിൽ 3 4 കൊണ്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം അല്ലയോ. ഇവിടെയും 4 കൊണ്ട്, ഇവിടെയും 4 കൊണ്ട്, ഇവിടെയും 4 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 4 - 1 എന്ത് കിട്ടും, 3 കിട്ടും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 + 1 5 കിട്ടും. 5 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, x² x ആക്കണം. അതിന് എന്ത് ചെയ്യുക, റൂട്ട് എടുക്കുക. മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഇവന്റെ റൂട്ട് ഇവന്റെ റൂട്ട് എടുക്കുമ്പം √3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു √5. ഓക്കെ, നമുക്കറിയാം. പക്ഷേ x² റൂട്ട് എടുത്ത് x ആക്കുമ്പോൾ നമ്മൾ എന്തും കൂടെ ചെയ്യണം, നമുക്കറിയാം നെഗറ്റീവ് കൊണ്ട് നമുക്ക് ഈ രണ്ട് എക്സ്ട്രീം വാല്യൂസിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനിക്വാലിറ്റി തിരിച്ചിടാൻ വേണം. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും അറിയത്തില്ലയോ. അങ്ങനെ ഏതാണ്ട് ആ കണ്ടീഷനും കൂടെ എഴുതാം. നമുക്ക് എക്സ്, നമുക്ക് ഇവിടുത്തെ ഇനിക്വാലിറ്റി തിരിക്കാം -√5, ഇവിടുത്തെ ഇനിക്വാലിറ്റി തിരിക്കാം -√3. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് കണ്ടീഷൻ കിട്ടി. നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ ഏതിനും ഇടയ്ക്കായിരിക്കണം, √3ക്കും √5നും ഈ വാല്യൂസ് എല്ലാം പറ്റും അല്ലയോ. ഈ √3യും പറ്റും, √5യും പറ്റും, ഇതിനിടയ്ക്കുള്ള എല്ലാ വാല്യൂസും പറ്റും.
ഓക്കെ, ഇനി അതേപോലെ നോക്കിയേ, -√3 ചെറുതുമായിരിക്കണം, -√5 വലുതുമായിരിക്കണം. അപ്പം -√5 ഇവിടെ കിടപ്പുണ്ട്, -√5 അതാകാം, അതിനേക്കാൾ വലുതുമായിരിക്കണം. ഇനി എന്തിനേക്കാൾ ചെറുതായിരിക്കണം? -√3 ആകാം, പക്ഷെ അതിനേക്കാൾ ചെറുതുമായിരിക്കണം. സോ ഈ വാല്യൂസും പറ്റും. അപ്പൊ ഈ വാല്യൂസും പറ്റും, ഈ വാല്യൂസും പറ്റും. സോ നമുക്ക് ഡൊമെയിൻ എന്ത് എഴുതാം? എക്സ് എലമെന്റ് ഓഫ്, നമുക്ക് എങ്ങനെ എഴുതാം? -√5 ടു -√3 അല്ലയോ, -√3 യൂണിയൻ √3 ടു √5. ഓക്കെ, ഈസി അല്ലേ ചെയ്യാൻ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ എന്ത് ചെയ്യുക? ഈസി ആയിട്ട് ചെയ്യാം. അതിന് നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞത് ആദ്യം എന്താ, കോസ് ഇൻവേഴ്സിന്റെയും സൈൻ ഇൻവേഴ്സിന്റെയും ഒക്കെ എന്ത് ചെയ്യുക, ഡൊമെയിൻ എന്തായിരുന്നു അറിയുക. ഓക്കെ, അതറിയാമെങ്കിൽ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, ബാക്കി ആൽജിബ്രയിൽ നിങ്ങൾ സോൾവ് ചെയ്താൽ മതി അല്ലയോ. ലീനിയർ ആൽജിബ്രയിലൊക്കെ നിങ്ങൾ ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y = സീക്ക് ഇൻവേഴ്സ് ഓഫ് 2x+1 അല്ലയോ. സൈനും കോസും ഒക്കെ മാറി ആര് വന്ന്, സീക്ക് വന്ന്. നോക്കാം, നമുക്ക് സീക്കിന്റെ നമുക്കറിയാം, നമുക്ക് സീക്കിന്റെ ഡൊമെയിൻ നമുക്കറിയാം അല്ലയോ. സീക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്ന സാധനത്തിന് അകത്ത് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു നമുക്കറിയാം. 6ൽ നിന്ന് എന്ത് പോകണം, -1നും 1നും ഇടയിലുള്ള വാല്യൂസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. നമ്മളിത് പഠിച്ചതല്ലയോ. റിയൽ വാല്യൂസ് ഏത് വേണമെങ്കിലും ആകാം, പക്ഷെ ഏതാവാൻ പാടില്ല, -1നും 1നും ഇടയിലുള്ള വാല്യൂസ് ഒന്നും വരാൻ പാടില്ല അല്ലയോ. നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതാണ്ട് ഇത് -1 ആയിരുന്നു വിചാരിക്കുക, 0 1. -1നും 1നും ഇടയിലുള്ള വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല അല്ലയോ. ഇതിനകത്ത് വരാൻ, സീക്ക് ഇൻവേഴ്സിനകത്ത് വരാൻ പാടില്ല. അതായത് -1 വരാമോ? -1 വരാൻ കുഴപ്പമില്ല, +1 വരാൻ കുഴപ്പമില്ല, പക്ഷെ ഇതിന് ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാ, ഇതിന് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാ, ഇതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്നും വരാൻ പാടില്ല. വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാ, അതിനകത്ത് വരാൻ പറ്റുന്ന വാല്യൂസ് നമുക്കറിയാലോ. ബാക്കി ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം. 1 വരാം, 1ന് അങ്ങോട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. -1 വരാം, -1ന് ഇങ്ങോട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ഏത് വരാൻ പറ്റത്തില്ല, ഇതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല അല്ലയോ. ഇതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്നും വരാൻ പറ്റത്തില്ല. ഇവിടുത്തെ വാല്യൂസും വരാം, ഈ വാല്യൂസും വരാം. ഈ കാര്യം നമുക്ക് അറിയാമേ, അറിയാം. ഓക്കെ ഓക്കെ, സോ അങ്ങനെ ഏതാന്ന് നോക്കിയാൽ നമുക്ക് കണ്ടീഷൻ എങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ ഇത്രയും നേരം എഴുതിയതുപോലെ കണ്ടീഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്കറിയാം. 2x+1 എന്ന് പറയുന്ന ആള്, 2x+1 എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം, 1 ആകാം, 1നേക്കാൾ മേളിലും ആകാം അല്ലയോ. അതായത് > എന്താകാം, 1 ആകാം. അല്ലെങ്കിൽ നമുക്ക് താണ്ട് ഇങ്ങനെയും പറഞ്ഞൂടെ, 2x+1 എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം, -1 ആകാം, അല്ലെങ്കിൽ എന്തായിരിക്കണം, -1നേക്കാൾ ചെറിയ ഏതെങ്കിലും വാല്യൂ ആയിരിക്കണം. സോ > എന്തായിരിക്കാം, -1 ആകാം അല്ലേ. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കൂടെ, എഴുതാൻ പറ്റും. ഓക്കെ ഓക്കെ, സോ അങ്ങനെ ഏതാണ്ട് നോക്കിയേ, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ രണ്ടിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. 2x+1 ആദ്യത്തേനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x+1 > 1. ഞാൻ രണ്ട് സൈഡിലും -1 കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ, ആഡ് ചെയ്യാൻ പോവാ. സോ ഇതെന്താവും, 2x ആകും. 2x > എന്തെന്നാകും, 0 എന്നാകും അല്ലയോ. ഇവിടെ -1, 2x+1 -1 എന്താവും, 2x ആവും. 1 - 1 എന്താവും, 0 ആകും. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും x > എന്തെന്ന് കിട്ടും, 0 എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്കൊരു കണ്ടീഷൻ കിട്ടി. അടുത്ത ഇക്വേഷൻ നോക്കിയാൽ 2x+1 < -1 അല്ലയോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും -1 ചെയ്യാൻ പോവാ. ഓക്കെ, -1 ചെയ്യാൻ പോവാ. അപ്പൊ എന്താവും, 2x < -2 ആവും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, x < -1 എന്ന് കിട്ടും അല്ലയോ. രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x < -1 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്താ, അതാണ്ട് ഈ രണ്ട് കണ്ടീഷൻ കിട്ടിയ നമുക്ക് രണ്ട് കണ്ടീഷൻസ് കിട്ടി. രണ്ട് കണ്ടീഷനും നോക്കിയേ, എവിടെ നമ്മുടെ നമ്പർ ലൈൻ നോക്കുമ്പോൾ നമുക്കറിയാം x എന്തായിരിക്കാം, ഒന്നെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ 0യേക്കാൾ വലിയ വാല്യൂസ് ആകാം. ഇങ്ങോട്ടുള്ള ഏത് വാല്യൂ ആണോ അല്ലയോ ആണ്. അതുപോലെ നമുക്ക് താണ്ടെ മറ്റേ കണ്ടീഷൻ എന്തായിരുന്നു, x < -1. ഇവിടെ ഒരു -1 ഉണ്ട്. -1 ആകാമോ, ആകാം, < സോ ഒന്നെങ്കിൽ എന്തായിരിക്കും, 0 ആകാം, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും വലിയ വാല്യൂസ് ആകാം, അല്ലെങ്കിൽ -1 ആകാം, -1നേക്കാൾ ചെറിയ വാല്യൂസ് ആകാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്കറിയാം എന്താ, -∞ മുതൽ -1 വരെയുള്ള ഏത് വാല്യൂ എക്സിന് എടുക്കാം അല്ലയോ. x എലമെന്റ് ഓഫ് -∞ മുതലുള്ള -∞ മുതൽ -1 വരെയുള്ള അല്ലയോ. -1 എടുക്കാമോ, എടുക്കാം. ഓക്കെ, അത്ര എടുക്കാം. ഇനി ഏതൊക്കെ എടുക്കാം, യൂണിയൻ 0 മുതൽ അങ്ങോട്ടുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. സോ 0 എടുക്കാം അല്ലയോ. അപ്പൊ 0 മുതൽ
ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ്. ഇൻഫിനിറ്റിയുടെ അടുത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ക്ലോസ്ഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്യത്തില്ല, എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ, ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ ഓക്കെ. സോ നമുക്ക് ഡൊമൈൻ കിട്ടി, എക്സിന്റെ ഡൊമൈൻ കിട്ടി, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂസ്, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് കിട്ടി. ഈസി അല്ലയോ? ഈസിയാ. ഓക്കെ. ഇവിടെ നമ്മൾ ആകെ ചെയ്ത എന്താ, നമ്മൾ ഈ കണ്ടീഷനെ നമുക്ക് ഒന്നിച്ച് എഴുതാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രണ്ടാക്കി എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ. ഒന്നിച്ച് നമുക്ക് ഈ കണ്ടീഷൻ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാക്കി എഴുതി. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് ഇത് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2x plus 1 greater than or equal to 1. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, 2x plus 1 less than or equal to -1. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് എഴുതാൻ പറ്റുമോ? ഒരുമിച്ച് എഴുതാൻ പറ്റത്തില്ല. ഒരു കണ്ടീഷൻ പറയുന്നത് 2x plus 1 എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1-നേക്കാൾ വലിയ വാല്യൂസ് ആകാം, അല്ലെങ്കിൽ -1-നേക്കാൾ ചെറിയ വാല്യൂസ് ആകാം. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊട്ട് മുന്നേ എഴുതിയതുപോലെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ. അതെന്തുകൊണ്ടാണ് ഒരുമിച്ച് എഴുതാൻ പറ്റാഞ്ഞ എന്താ, നമുക്കറിയാം. താണ്ടെ നമ്പർ ലൈൻ വരച്ച് നോക്കുമ്പോൾ നമുക്കറിയില്ലയോ, കണ്ടീഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ട് കണ്ടീഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇതാണ്ടേ ഇതിനിടയ്ക്കുള്ള വാല്യൂസ് എല്ലാം ഒഴിവാക്കി കളഞ്ഞേക്കുക. സോ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുമിച്ച് എഴുതാൻ പറ്റത്തില്ല. സോ രണ്ട് സെപ്പറേറ്റ് കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതേണ്ടി വരും. ഓക്കെ ഓക്കെ. നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. y = sin inverse x plus sin x. ഓക്കെ. ഇവിടെ ക്വസ്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കിയേ, ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലയോ, രണ്ട് ആൾക്കാർ ചേർന്നുള്ള ഒരു ടോട്ടൽ ഫംഗ്ഷനാണ്. അപ്പൊ ഈ ടോട്ടൽ ഫംഗ്ഷന്റെ ഡൊമൈനാണ് നമ്മുടെ എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. അതായത് y = sin inverse x plus sin x, ആ ടോട്ടൽ ഫംഗ്ഷന്റെ ഡൊമൈനാണ് നമ്മുടെ എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്കറിയാം sin x മാത്രം എടുത്തേ, y = sin x എന്ന് പറയുന്ന ഫംഗ്ഷന് മാത്രം ഒന്ന് ആലോചിച്ചേ. ഇവന്റെ ഡൊമൈൻ എന്താ, എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാ, ഏത് വാല്യൂ ആണെങ്കിലും ഇട്ട് കൊടുത്തൂടെ, നമ്മുടെ റിയൽ നമ്പറിൽ ഏത് വാല്യൂ ആണെങ്കിലും ഇട്ട് കൊടുത്തൂടെ, ഇട്ട് കൊടുക്കുക അല്ലയോ. sin പൈയോ, sin 2πയോ, sin -πയോ, sin -π/4ഓ, sin 1000πയോ, ഏത് വാല്യൂസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സിന് ഇട്ട് കൊടുക്കാം. സോ ഇതിന്റെ ഡൊമൈൻ എന്താ, ആറാ. നമ്മൾ ട്രിഗണോമെട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന sin എക്സിന്റെ ഡൊമൈൻ എന്താ, ആറാ അല്ലേ, ആറാ. സോ ഇവന്റെ ഡൊമൈൻ ആറാ, പ്രശ്നമില്ല. പക്ഷെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താ, സൈൻ ഇൻവേഴ്സ് എക്സിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താ, -1നും 1നും ഇടയിലുള്ള വാല്യൂസ് അല്ലയോ. -1 ആകാം, +1 ആകാം. സോ -1 to +1 ഈ വാല്യൂസ് ആണ് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റുന്നത്, സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചെങ്കിൽ ടോട്ടൽ ഫംഗ്ഷനകത്തോട്ട് ഞാനൊരു എക്സ് ഇട്ട് കൊടുക്കാൻ പോവുക. ആ എക്സ് എന്തായിരിക്കണം, ആ എക്സ് ഇവനും ഇട്ട് കൊടുക്കാൻ പറ്റണം, ഇവനും ഇട്ട് കൊടുക്കാൻ പറ്റണം അല്ലയോ. ഞാൻ ആ ഇട്ട് കൊടുക്കുന്ന എക്സ് എന്തായിരിക്കണം, ഇവനും ഇട്ട് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം, ഇവനും ഇട്ട് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ രണ്ടു പേർക്കും കോമൺ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവനെ നോക്കുമ്പോൾ ഇവന് റിയൽ നമ്പർ എല്ലാം ഇട്ട് കൊടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇവനെയും കൂടെ ആലോചിക്കണ്ടേ, ഇവന്റെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ അവൻ എവിടെ പറ്റുന്നുള്ളൂ, -1 to 1 വരെയുള്ള വാല്യൂസേ പറ്റുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഫംഗ്ഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതേ ഉള്ളൂ, -1 മുതൽ 1 വരെയുള്ള റിയൽ നമ്പേഴ്സ്. ഓക്കെ ഓക്കെ. സോ ഇതിന്റെ ഡൊമൈൻ എങ്ങനെ പറയാം, -1 to 1 ആണെന്ന് പറയാം ഇല്ലേ. കുറച്ചുകൂടെ ഒന്ന് മാത്തമാറ്റിക്കലായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുക. ഈ ടോട്ടൽ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇവന്റെ ഡൊമൈനും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സേ കൊടുക്കാൻ പറ്റും അല്ലയോ. ഇവനും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇവനും കോമൺ ആയിട്ട്, ഈ രണ്ട് ഫംഗ്ഷൻസിന് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കൊടുക്കാൻ പറ്റൂ. അതിനെ കുറച്ചുകൂടെ മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇവന്റെ ഡൊമൈൻ എന്താ, -1 to 1, ഇവന്റെ ഡൊമൈനിലും കോമൺ ആയിട്ട് വരുന്നത്, അതായത് കോമൺ എലമെന്റ്സ് ആയിരിക്കണം. കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് സെറ്റുകളിലുള്ള കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്റർസെക്ഷൻ എടുക്കും അല്ലയോ. സെറ്റ്സിനകത്ത് +1 പഠിക്കുന്നില്ലയോ. അങ്ങനെ നമുക്ക് പറയാം ഇവന്റെ ഡൊമൈൻ ഇന്റർസെക്ഷൻ ഇവന്റെ ഡൊമൈൻ. ഓക്കെ. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർസെക്ഷൻ എടുക്കും. അപ്പൊ ഈ സെറ്റിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ, കോമൺ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ -1നും 1നും ഇടയിലുള്ള വാല്യൂസാ അല്ലയോ. സോ ഇതെന്ത് കിട്ടും, -1 to 1 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ചുകൂടെ മാത്തമാറ്റിക്കലി ഒക്കെ പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇങ്ങനെ പറയാം. ഓക്കെ ആന്നേ. ഓക്കെ. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേക്കുന്നത് ഇവിടെ, y = sin inverse of √(x²- 1). നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. നമുക്ക് x², √(x²- 1) വാല്യൂ ഏതിനും ഇടയ്ക്കേ വരാവൂ, -1 to 1 ആയിരിക്കണം അല്ലയോ. സോ നമുക്ക് എഴുതാം √(x²- 1) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആയിരിക്കണം. ഓക്കെ. ഇനി താണ്ട നോക്കിയാൽ നമുക്ക് ഈ റൂട്ട് മാറ്റണം. ആദ്യമേ എക്സ് മാത്രമാക്കി എഴുതണം. ആദ്യമേ എന്ത് ചെയ്യണം, റൂട്ട് കളയാനായിട്ട് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യാൻ എല്ലാ സൈഡും ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇതാ നോക്കിയേ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ക്വയർ ചെയ്തില്ലേ. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും,
സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും എച്ച് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെ ആയി പോകത്തില്ലയോ? ഇത് മീനിങ് ഉണ്ടോ? ഇത് മീനിങ്ലെസ് ആയി പോകത്തില്ലയോ? അതൊന്ന് ആലോചിച്ച് നോക്കേ. എച്ച് സ്ക്വയറിന്റെ വാല്യൂ എച്ച് സ്ക്വയർ മൈനസ് 1ന്റെ വാല്യൂ 1 ആകാം, അല്ലെങ്കിൽ 1നേക്കാൾ ചെറുതാകാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പറയുന്നത് എന്താ? എച്ച് സ്ക്വയർ മൈനസ് 1ന്റെ വാല്യൂ 1 ആകാം, അല്ലെങ്കിൽ 1നേക്കാൾ വലുതാ. രണ്ടും കൂടെ കോൺട്രാഡിക്ട് ചെയ്യുന്നില്ലയോ? അല്ലയോ? ഒന്ന് പറയുന്നത് -1നേക്കാൾ ചെറുതാവണം, 1 ആകാം അല്ലെങ്കിൽ 1നേക്കാൾ ചെറുതാകണം എന്ന് പറയുന്നത്. ഈ സൈഡ് നോക്കുമ്പോൾ പറയുന്നത് എന്താ? 1 ആകാം അല്ലെങ്കിൽ 1നേക്കാൾ വലുതാകാന്ന് പറയുന്നു. നമുക്ക് പോസിബിൾ ആകുന്നു, അത് കോൺട്രാഡിക്ട് ചെയ്യുന്നില്ലയോ? മീനിങ്ലെസ് ആവും ഇത്, ഇല്ലയോ? സോ നമുക്ക് ഇത് അങ്ങനെ ഒരു വഴി എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പല കുട്ടികളും സംശയം ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞത്. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നോക്കാം. ഇതാ നോക്കിയാൽ നമുക്കറിയാം റൂട്ടിന്റെ വാല്യൂ. നമ്മൾ നേരത്തെ എച്ച് സ്ക്വയറിന്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്കൊരു കാര്യം ഇവിടെ പറയാൻ പറ്റും. റൂട്ടിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? റൂട്ട് ഓഫ് ഒരു സാധനത്തിന്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. എന്ത് ചെയ്യാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഒന്ന് മാറ്റി എഴുതിക്കൂടെ? മാറ്റി എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. ഓക്കെ, കാരണം റൂട്ടിന്റെ ഒരു സാധനത്തിന്റെ റൂട്ട് എടുത്ത് കിട്ടുന്ന വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നെഗറ്റീവ് വാല്യൂ വരത്തില്ല, അല്ലയോ? അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദാണ്ട് ഇങ്ങനെ എഴുതാം. ഇനി ദാണ്ട നോക്കിയേ, നമുക്ക് ഇതിനെ ദാണ്ട ഒന്നുകൂടെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് സ്ക്വയർ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താലും പ്രശ്നമൊന്നും വരത്തില്ല. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യുക? എല്ലായിടത്തും എന്ത് ചെയ്യുക? ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കുക. 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും. സ്ക്വയർ റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് കണ്ടീഷൻ സ്പ്ലിറ്റ് ചെയ്യണം, അല്ലയോ? ആദ്യം എന്ത് ചെയ്യാം? റൂട്ട് എടുക്കാം. റൂട്ട് 1 തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 2. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? നമുക്കറിയാം ഈ സാധനം അതേപോലെ എഴുതി ഇനിക്വാളിറ്റീസ് എന്ത് ചെയ്യുക? തിരിക്കുക. -1 മൈനസ് റൂട്ട് 2. ഓക്കെ, അങ്ങനെ അവിടെ ടോട്ടൽ കണ്ടീഷൻ നമുക്ക് എന്ത് വന്നു? നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ? 1നേക്കാൾ വലുതായിരിക്കാം, റൂട്ട് 2നേക്കാൾ ചെറുതായിരിക്കാം. 1 ആകാം, 1നേക്കാൾ വലുതാകാം. പക്ഷേ എവിടം വരെ പോകാവൂ? റൂട്ട് 2 വരെ പോകാവൂ. റൂട്ട് 2 ആവാം, കുഴപ്പമില്ല. ഇനി അടുത്ത രണ്ടാമത്തെ സാധനം നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? -1നേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. -1നേക്കാൾ ഓക്കെ, -1നേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. -√2നേക്കാൾ എന്തായിരിക്കണം? വലുതായിരിക്കണം, അല്ലയോ? വലുതായിരിക്കണം. അപ്പം -√2നേക്കാൾ എന്തായിരിക്കണം? വലുതായിരിക്കണം. -1നേക്കാൾ എന്തായിരിക്കണം? ചെറുതുമായിരിക്കണം. ഈ രണ്ട് വാല്യൂസും എടുക്കാനും പറ്റും. ഓക്കെ, സോ നമുക്ക് ഡൊമൈൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എച്ച് എലമെന്റ് ഓഫ് എന്ത് എഴുതാം? -√2 മുതൽ -1 വരെ യൂണിയൻ. അതുമാകാം, ഇതുമാകാം, അല്ലയോ? അപ്പം എങ്ങനെ എഴുതാം? 1 to √2. ഈസി അല്ലയോ? ഈസി ആയിട്ട് ചെയ്തൂടെ? ചെയ്യാം. ഓക്കെ, നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. y ഈസ് ഈക്വൽ ടു 2 cos ഇൻവേഴ്സ് 2x പ്ലസ് സൈൻ ഇൻവേഴ്സ് x, അല്ലയോ? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എനിക്കറിയാം. എന്താ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ? എന്താ? -1 to 1. ഇവിടെ നോക്കിയേ, കോസ് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് 2x, അല്ലയോ? കോസ് ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയായിരുന്നു -1 to 1. ഇവിടെ വന്നേക്കുന്നത് എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് 2x. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ഈ അകത്ത് വരുന്ന ആളുടെ വാല്യൂ ഏതിനും ഇടയ്ക്കായിരിക്കും. -1 to +1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും, അല്ലയോ? -1 to +1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് താണ്ട കണ്ടീഷൻ എഴുതാം. 2x എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? -1നും +1നും ഇടയിലായിരിക്കും, അല്ലയോ? ഓക്കെ, എഴുതാം. അങ്ങനെ ഏതാണ്ട് എക്സ് മാത്രമാക്കണം. നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് രണ്ട് സൈഡിലും മൊത്തത്തിൽ 2 കൊണ്ട് എന്ത് ചെയ്യുക? ടോട്ടലി ഡിവൈഡ് ചെയ്യുക. -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഇവന്റെ ഡൊമൈൻ എന്താന്ന് നമുക്ക് കണ്ടുപിടിച്ച് -1/2 to 1/2. ഇവന്റെ ഡൊമൈൻ എന്തായിരുന്നു? -1 to +1, അല്ലയോ? നമ്മുടെ റിയൽ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞു തരും ഇവന് ഏതൊക്കെ വാല്യൂസ് പറ്റും. -1 മുതൽ +1 വരെയുള്ള എല്ലാ വാല്യൂസും പറ്റുമെന്ന് ഇവൻ പറഞ്ഞു. പക്ഷേ ഇവന്റെ കാര്യം നോക്കുമ്പോൾ ഇവന് ഏതൊക്കെ വാല്യൂസ് എക്സിനകത്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവന്റെ ഡൊമൈൻ എന്താ? ഇവൻ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് നമ്മൾ കിട്ടി എത്ര? -1/2 മുതൽ +1/2 വരെ പറ്റത്തുള്ളൂ. ഓക്കെ, രണ്ടു പേർക്കും കോമൺ ആയിട്ട് കൊടുക്കണം. നമുക്ക് ഒരു എക്സ് കൊടുക്കുമ്പോൾ ഇവന് മാത്രം എക്സ് ഇട്ട് കൊടുത്താൽ മതിയോ? പോരാ, ഞാൻ ഇട്ട് കൊടുക്കുന്ന എക്സ് ഇവന്റെ താണ്ട് ഇവിടെ ഇട്ട് കൊടുക്കണം, ഇവന്റെ താണ്ട് ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പൊ രണ്ടു പേർക്കും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന എക്സ് എവിടെ മാത്രമേ വരുന്നുള്ളൂ? നമുക്കറിയാം, ആദ്യത്തവനെ നോക്കിയപ്പോൾ -1നും 1നും ഇടയിലുള്ള എല്ലാ വാല്യൂസും വരാം. രണ്ടാമത്തെ നോക്കിയപ്പോൾ -1/2നും 1/2നും ഇടയിലുള്ള എല്ലാ വാല്യൂസും വരാം. ബട്ട് കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാ? ഈ വാല്യൂസ് അല്ലയോ?
കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഈ വാല്യൂസ് അല്ലയോ ആണ്. അതായത് -1/2 +1/2 ഇടയിലുള്ള വാല്യൂസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. സോ അതിന്റെ ഡൊമൈൻ, ഈ ടോട്ടൽ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കും, എക്സ് എലമെന്റ് ഓഫ് -1/2 to 1/2. ഈസി അല്ലയോ, ഈസി ആയിട്ട് ചെയ്തൂടെ, ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ. സോ ടോട്ടൽ ഫംഗ്ഷൻ ഡൊമൈൻ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, -1 to 1 ഇന്റർസെക്ഷൻ -1/2 to 1/2. എന്ത് കിട്ടും, -1/2 to +1/2. ഓക്കെ. y is equal to sin inverse x plus sin inverse 2x. ഈസി ചെയ്യാൻ അതാണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ അല്ലയോ. sin inverse xന്റെ നമുക്കറിയാം എത്ര, -1 to 1 വരെയുള്ള വാല്യൂസ്. sin inverse 2xന്റെ വരണം അല്ലയോ. നമുക്കറിയാം 2xന്റെ വാല്യൂ എന്തായിരിക്കണം, -1 to 1 ആയിരിക്കണം അല്ലയോ. -1 greater than or equal to 2x less than or equal to 1. ഇനി നമുക്കറിയാം ഇതാണ്ടേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് കിട്ടും ഇതാണ്ടേ 1/2നും -1/2 അല്ലെങ്കിൽ -1/2 to 1/2 ഈ വാല്യൂസ് ആണ് എക്സിന് എടുക്കാൻ പറ്റുന്നത്. സോ കോമൺ ഡൊമൈൻ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുക്കണം അല്ലയോ. തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ കോമൺ ഡൊമൈൻ. സോ എക്സ് എലമെന്റ് ഓഫ് എന്ത് പറയാം, -1/2 to 1/2. ഓക്കെ, ഈസി അല്ലയോ, ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അതാണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഇതാ നോക്കിയാൽ എവിടെ എന്താ ചോദിച്ചേക്കുന്നത്, sin inverse x plus sin inverse y plus sin inverse z plus sin inverse t is equal to 2π തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാ, x² plus y² plus z² plus t² കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും, അതാണ് നോക്കിയോ. ഇതിനൊരു ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ ഇത് എന്ത് ചെയ്താൽ മതി, അങ്ങ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ചോദിക്കാറുണ്ട്. ചെയ്യേണ്ട രീതി കണ്ട് ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, വളരെ സിമ്പിളാ. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തനിയെ ചെയ്യാൻ പറ്റും. അതാ നോക്കിയേ, നിങ്ങൾ താണ്ട് ആലോചിക്കേണ്ടതാണ്ട് ഇത്രയും കാര്യമുള്ളൂ. സൈൻ ഇൻവേഴ്സ് എക്സ് താണ്ട് ഇവിടെ എല്ലാം കിടക്കുന്നത്, ഒന്ന് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് വൈ, സൈൻ ഇൻവേഴ്സ്, ആ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാം കിടക്കുന്നത് ഇല്ലയോ. ഇത്ര നിങ്ങൾ ആലോചിക്കുക, ഈ സൈൻ ഇൻവേഴ്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഏതൊക്കെയാ, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന സാധനം അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ ഏതാ, -π/2 അല്ലയോ. നമുക്കറിയാം ഏറ്റവും മിനിമം സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്താ, ശരിക്കും പറഞ്ഞാൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അതിന്റെ വാല്യൂ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഔട്ട്പുട്ട് അല്ലയോ. ആ ഔട്ട്പുട്ടിന്റെ റേഞ്ച് അല്ലെങ്കിൽ ആ റേഞ്ച് നമുക്കറിയാം. ആ ഔട്ട്പുട്ടിന്റെ റേഞ്ച് നമുക്കറിയാം എത്ര, -π/2 to +π/2. സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് അതല്ലയോ, -π/2 to +π/2. അതായത് നമ്മുടെ ഔട്ട്പുട്ട്, അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതിനും ഇടയ്ക്കാ, -π/2നും +π/2നും ഇടയില്ല. ഇനി അതിന്റെ ഡൊമൈൻ, അതായത് ഈ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് അതെവിടാ, -1നും 1നും ഇടയില്ല. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാലോ, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പൊ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതിന്റെ റേഞ്ച് അല്ലെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ടോട്ടൽ ആ ഫംഗ്ഷന് വരാൻ പറ്റുന്ന വാല്യൂസ്, അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് എത്താ, -π/2 to +π/2. ഇതിലെ ഏറ്റവും മിനിമം വാല്യൂവും മാക്സിമം വാല്യൂ, ഈ രണ്ടാൾക്കാരെയാണ് നമുക്ക് വേണ്ടുന്നത്. നിങ്ങൾ താണ്ട ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, മിനിമം വാല്യൂ എടുത്തിട്ട് നോക്കുക. മിനിമം വാല്യൂ ഇട്ട് കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ മിനിമം വാല്യൂ എന്തുവാ, -π/2. ഇവന്റെ മിനിമം വാല്യൂ എന്തുവാ, അതും -π/2. ഇവന്റെ മിനിമം വാല്യൂ എന്താ, അതും സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലയോ, അതിന്റെ മിനിമം വാല്യൂ എന്താ, -π/2. ഇവന്റെ മിനിമം വാല്യൂ എന്താ, അതും -π/2. ഓക്കെ, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -π/2 -π/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ -π കിട്ടും. ഇതും ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു -π, അതായത് -π പ്ലസ് -π -2π കിട്ടും. ഓക്കെ, സോ ഈ ഇക്വേഷനകത്ത് വന്നേക്കുന്നത് എന്തല്ല, മിനിമം വാല്യൂ അല്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് π/2 പ്ലസ് π/2 പ്ലസ് π/2 പ്ലസ് π/2 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും, നമുക്കറിയാം ഇത് രണ്ടും കൂടെ π, ഇത് രണ്ടും കൂടെ π പ്ലസ് π 2π. സോ നമുക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വാല്യൂ ആരാ, നമ്മുടെ മാക്സിമം വാല്യൂവിനെ നമുക്ക് ഉപയോഗിക്കാം അല്ലയോ, π/2ന് ഉപയോഗിക്കാം. അങ്ങനെ ഏതാ നോക്കിയേ, π/2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി, π/2 ആണെന്ന് മനസ്സിലായി അല്ലയോ. നമുക്ക് അങ്ങനെ വിചാരിക്കാം, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു, π/2. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ, sin π/2. sin π/2 ഈസ് ഈക്വൽ എക്സ് എന്ന് കിട്ടും അല്ലയോ. സൈൻ ഇൻവേഴ്സിനെ അപ്പുറത്തോട്ട് ചാടിച്ചു, അല്ലെങ്കിൽ രണ്ട് സൈഡിലും എന്ത് ചെയ്തു, സൈൻ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എടുത്തു. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നല്ലോ, ഡീറ്റെയിൽ ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് ഈസ് ഈക്വൽ എന്തെന്ന് എഴുതാം, sin π/2 എന്ന് എഴുതാം. അതായത് sin 90 എത്ര, 1. സോ എക്സ് ഈക്വൽ എന്തെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ y കണ്ടുപിടിച്ചാലും 1 കിട്ടും, z കണ്ടുപിടിച്ചാലും 1 കിട്ടും, t കണ്ടുപിടിച്ചാലും 1 കിട്ടും അല്ലയോ. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എന്താ,
1 സ്ക്വയർ പ്ലസ് അല്ലയോ എക്സ് 1 വൈയും 1 1 സ്ക്വയർ ഇസഡും 1 1 സ്ക്വയർ ടിയും 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 1 2 3 4 നമുക്ക് എന്ത് കിട്ടും 4 എന്ന ആൻസർ കിട്ടും അല്ലയോ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ആൻസർ 4 ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലയോ. ഓക്കെ, സിമ്പിൾ കണക്ക്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള കണക്കുകൾ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലയോ. അതാണ്ട് ഒരു കണക്ക് കൂടെ നോക്കുക, ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് സെഡ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/4 പൈ സ്ക്വയർ. ഓക്കെ, 3/4 പൈ സ്ക്വയർ. ഇനി ഇവിടെ നോക്കാം, നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന സാധനം എന്താ, -π/2 മുതൽ +π/2 വരെ അല്ലയോ, +π/2 വരെ കണ്ടുപിടിക്കേണ്ട എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. നമ്മൾ മിനിമം കണ്ടീഷൻ ഉപയോഗിക്കാം. മിനിമം കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റിന് മിനിമം കണ്ടീഷൻ ഉപയോഗിച്ചാലും മാക്സിമം കണ്ടീഷൻ ഉപയോഗിച്ചാലും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അതാ നോക്കിയാൽ മിനിമം കണ്ടീഷൻ ഉപയോഗിക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ് എന്താ -π/2 മിനിമം ഉപയോഗിക്കുന്നത് വിചാരിക്കുക. -π/2 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, π²/4 എന്ന് കിട്ടും. പ്ലസ് ഇവിടെയും മൈനസ്, മിനിമം ആയാലും മാക്സിമം ആയാലും ഏത് ഉപയോഗിച്ചാലും ഇത് എന്ത് കിട്ടും, π²/4. ഇത് എന്ത് കിട്ടും, π²/4 അല്ലയോ. -π/2 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, π²/4. ഇനി മാക്സിമം വാല്യൂ ഉപയോഗിക്കുന്നെങ്കിലും എന്ത് കിട്ടും, π²/4. അപ്പോൾ ഏത് ഉപയോഗിച്ചാലും ശരിക്കും പറഞ്ഞാൽ എന്തില്ല, കുഴപ്പമില്ല. ഇതിന്റെ ആൻസർ എന്ത് കിട്ടും, π²/4. എത്ര എണ്ണം, 3 എണ്ണം. സോ നമുക്ക് പറയാം 3π²/4. ഓക്കെ, അപ്പോൾ ശരിയാ, നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ഇതിന്റെ മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് പറയാം സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താ, മിനിമം എടുത്തെന്ന് വിചാരിക്കുക π/2 ആയിരുന്നു വിചാരിക്കുക, സോറി മാക്സിമം എടുത്തെന്ന് വിചാരിക്കുക എന്താ π/2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, sin 90 അല്ലെങ്കിൽ അതെന്താ 1. ഇനി മിനിമം വാല്യൂ എടുത്താലും ഇത് തന്നെ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -π/2 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -π/2 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ, എക്സ് ഈക്വൽ ടു എന്ത് വരും, എക്സ് ഈക്വൽ ടു -1 എന്ന് വരും. എക്സ് ഈക്വൽ ടു -1 എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഈ ഇക്വേഷനകത്ത് എക്സിനും വൈക്കും ഇസഡിനും +1 ഇട്ട് കൊടുത്താലും -1 ഇട്ട് കൊടുത്താലും എന്ത് ചെയ്യും, സെയിം ആൻസറേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. +1 ഇട്ടാലും -1 ഇട്ടാലും എന്ത് വരത്തുള്ളൂ, സെയിം ആൻസറേ വരത്തുള്ളൂ. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ എത്ര, 3. ഇതിന്റെ ആൻസർ എത്ര, 3. ഈസിയല്ലേ ചെയ്യാൻ, ഈസിയാ ചെയ്യാൻ. ഓക്കെ ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. നോക്കിയേ, ഈ പ്രോബ്ലം നോക്കിയേ. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് ഇസഡ് ഈസ് ഈക്വൽ ടു 3π. സൈനിൽ നിന്ന് വിട്ട് നമ്മൾ കോസ് ഇൻവേഴ്സിലോട്ട് വന്നു. അതാ നോക്കിയാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോസ് ഇൻവേഴ്സിന്റെ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിനിമം മാക്സിമം വാല്യൂസ് ഏതൊക്കെയാ, കോസ് ഇൻവേഴ്സ് എക്സിന്റെ മിനിമം വാല്യൂ എത്ര, 0യും മാക്സിമം വാല്യൂ എത്ര, πയും അല്ലയോ. അല്ലെങ്കിൽ അതിന്റെ റേഞ്ച്, കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താ, 0 to π. ഏറ്റവും മിനിമം വാല്യൂ എടുക്കുക, മിനിമം വാല്യൂ നോക്കുക. നമുക്ക് മിനിമം വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ 0 + 0 + 0 ഈസ് ഈക്വൽ ടു 3π. കിട്ടുമോ, കിട്ടത്തില്ല. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഏതല്ല, മിനിമം വാല്യൂ അല്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ എടുത്ത് നോക്ക്, കോസ് π കൊടുത്ത് നോക്ക്. π കൊടുക്കുമ്പോൾ π + π ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്, 3π കിട്ടുന്നുണ്ട് അല്ലയോ. ശരിയാ. സോ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ അല്ലെങ്കിൽ ഇവിടെ എടുക്കേണ്ട വാല്യൂ ഏതാ, മാക്സിമം വാല്യൂ ആയ π. ഓക്കെ ആണോ, ഓക്കെ. അങ്ങനെ നമുക്ക് മനസ്സിലായി കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, π ആണെന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് π എന്ത് കിട്ടും, കോസ് π ഈസ് ഈക്വൽ ടു -1 കിട്ടും അല്ലയോ. കോസ് π എന്താ കിട്ടുന്നത്, നമുക്ക് -1 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ കോസ് π അല്ലേ, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടും, കോസ് π എന്ന് കിട്ടും. ആ വാല്യൂ എന്താ, എക്സിന്റെ വാല്യൂ എന്താ, -1 കിട്ടും. എക്സ് -1 ആണെങ്കിൽ ഇതേപോലെ ഇവിടെ y കണ്ടുപിടിക്കുമ്പോൾ y എന്ത് കിട്ടും, -1, ഇസഡും എന്ത് കിട്ടും, -1 കിട്ടും. സോ എക്സും വൈയും ഇസഡും എന്താണെന്ന് മനസ്സിലായി, -1 ആണെന്ന് മനസ്സിലായി അല്ലയോ. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്ത്, മാക്സിമം വാല്യൂ കൊടുത്ത് അല്ലയോ. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ π. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എക്സ് ഈസ് ഈക്വൽ ടു എന്താ, കോസ് π. കോസ് π ഈസ് ഈക്വൽ ടു എന്താ, -1. കോസ് πയുടെ വാല്യൂ എന്താ, -1 നമുക്കറിയാം അല്ലേ. സോ ഇതേപോലെ സിമിലർ ആയിട്ട് നമുക്ക് ഇതിന്റെ എടുക്കുമ്പോൾ വൈയും ഇസഡും എന്ത് തന്നെ കിട്ടും, -1 തന്നെ കിട്ടും. സോ നമുക്ക് മനസ്സിലായി എക്സും വൈയും ഇസഡും എന്താണെന്ന് മനസ്സിലായി, -1 ആണെന്ന് മനസ്സിലായി. ഇനി എളുപ്പം ഇത് ചെയ്യാൻ. അതാ നോക്കിയേ, ഫസ്റ്റ് കണക്ക് എങ്ങനെ ചെയ്യാം, -1 × -1 അതെന്തോ ആവും, +1 ആവും. പ്ലസ് ഇതും -1 × -1 എന്താവും, 1. പ്ലസ് ഇതും -1 × -1 എന്താവും, 1. വിച്ച് ഈസ് ഈക്വൽ എത്ര, 1 + 1 + 1 3 എന്ന് കിട്ടും. ഈസി അല്ലയോ, ഈസിയാ.
ഇത് നോക്കിയേ, ഇവിടെ -1 ഇൻറ്റു -1 പ്ലസ് -1 -2, -2 ഇൻറ്റു -1 എന്താവും, +2 ആവും. പ്ലസ് ഇവിടെ -1ഉം -1ഉം ചെയ്യുമ്പം -1 -2 ആവും. -2 ഇൻറ്റു ഒരു -1 ഉണ്ടല്ലോ, -1 ഇൻറ്റു ഒരു -2. സോ എന്ത് കിട്ടും, അതും +2 ആവും. ഇതും എന്താവും, ഇതും +2 ആവും. വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും, ആൻസർ 2 4 6 6. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ NCERT 2.1 എക്സസൈസുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന ടൈപ്പ് കുറച്ച് നല്ല ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലയോ. ഡൊമൈൻ കണ്ടുപിടിക്കാനും അതേപോലെ റേഞ്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകളെല്ലാം എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് വരുന്ന നമ്മുടെ ഒരു ഫസ്റ്റ് സെക്ഷൻ, നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് വരുന്ന എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്, ബൈ.